പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും കൈക്കൂലി പണം പിടികൂടി എന്ന വാർത്ത വരുന്നു. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെയാണ് വാളയാർ വേലന്താവളം ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പണം കണ്ടെത്തിയത്. 1 ലക്ഷത്തിലധികം രൂപയാണ് വിജിലൻസ് ഇവിടെ നിന്നും പിടികൂടിയത്. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച പരിശോധന പുലർച്ചെ 3 വരെ നീണ്ടുനിന്നു. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ അറക്കൽ, അക്ഷയപാത്രം എന്ന് പണ്ട് പറയാറുണ്ട്, എടുക്കുന്തോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. എത്ര വിജിലൻസ് പരിശോധന നടത്തിയാലും ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുടെ ഈ കൈക്കൂലി പാത്രത്തിൽ പണം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. വല്ലാത്ത പ്രതിഭാസമാണല്ലോ ഇക്ബാൽ. എന്താണ് വീണ്ടും വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്? അരുൺ, എത്ര നടപടി എടുത്തിട്ടും മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥർ തിരുത്തുന്നില്ല എന്ന് വേണം പറയാൻ. ഈ മാസം 11-നും 13-നും വിജിലൻസ് സംഘം ഈ ചെക്ക് പോസ്റ്റുകളിലെല്ലാം പരിശോധന നടത്തി 3 ലക്ഷത്തിലധികം രൂപ കൈക്കൂലി പണം പിടികൂടിയതാണ്. അത് അന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായി തന്നെ വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. ചില ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ ഒരു പടി കൂടി കടന്ന് വിജിലൻസ് റെയ്ഡ് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നിരീക്ഷകനെ പുറത്തു നിർത്തിക്കൊണ്ടാണ് വീണ്ടും കൈക്കൂലി പണം പിരിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പാലക്കാട് വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ പാലക്കാട് വിജിലൻസ് യൂണിറ്റും കൊച്ചിയിലെ വിജിലൻസ് യൂണിറ്റും എത്തിയാണ് വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നും വേലന്താവളം ചെക്ക് പോസ്റ്റിൽ നിന്നും ഇന്നലെ രാത്രി 9:30 മണി മുതൽ ഇന്ന് പുലർച്ചെ 3 മണി വരെ കൃത്യമായി തന്നെ പരിശോധന നടത്തി ഈ കൈക്കൂലി പണം പിടികൂടിയിട്ടുള്ളത്. വാളയാറിൽ നിന്നും വേലന്താവളത്തു നിന്നും ഏകദേശം 1,61,060 രൂപയാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 95% തുകയും പിടികൂടിയിട്ടുള്ളത് വാളയാറിൽ നിന്നാണ്. വാളയാറിൽ 2 ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് വാളയാർ ഇന്നും വാളയാർ ഔട്ടും. അതിൽ വാളയാർ ഇന്നിൽ നിന്ന് 71,560 രൂപയും വാളയാർ ഔട്ടിൽ നിന്ന് 80,700 രൂപയുമാണ്. ഇതിൽ തന്നെ വാളയാർ ഔട്ടിലെ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നാണ് 41,000 രൂപ പിടികൂടിയിട്ടുള്ളത്. ബാക്കി തുക മുഴുവനും പിടിച്ചെടുത്തിട്ടുള്ളത് ഈ ചെക്ക് പോസ്റ്റിലെ ഓഫീസിനകത്തും വിവിധ സഞ്ചികളിൽ നിന്നാണ്. അതായത് ഈ തുക മുഴുവനും വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങളിൽ നിന്നും കൈക്കൂലിയായി ഈ ഉദ്യോഗസ്ഥർ പണം വാങ്ങുകയാണ്. ഓരോ വാഹനം അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള തുക പിരിച്ചെടുക്കുകയാണ്. ഈ തുക പിരിച്ചെടുക്കുന്ന വിവരം കൃത്യമായി തന്നെ വിജിലൻസിന് വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം കൃത്യമായി തന്നെ പരിശോധന നടത്തി ഈ തുകകളെല്ലാം പിടിച്ചെടുക്കുന്നത്. ഒരു മാസത്തിനിടെ 3ാമത്തെ തവണയാണ് വിജിലൻസ് സംഘം ഈ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിന്നും തുക പിടിക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല, യാതൊരു കുലുക്കവും ഉണ്ടാവുന്നില്ല. ഒരു പടി കൂടി കടന്ന് വിജിലൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു നിരീക്ഷകരെ പുറത്ത് നിർത്തിക്കൊണ്ട് അകത്ത് ഉദ്യോഗസ്ഥർ പിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായി തന്നെ വകുപ്പ് തല നടപടിക്കാണ് വിജിലൻസ് സൂപ്പർ വിജിലൻസ് വകുപ്പുണ്ടാക്കിയ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരാണ് വാളയാർ ചെക്ക് പോസ്റ്റിൽ ഉള്ളതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.